ഹലോ മച്ചന്മാരെ, അപ്പോൾ നമ്മൾ ഫൈസാൻ X7 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ബസ് സിമുലേറ്റർ എന്ന ഗെയിമില്ലേ കളിക്കേണ്ട. നമ്മൾ കുറേ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. അതിൽ പല വണ്ടികളുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോണ പോലെ ചെറുതായിട്ടൊരു വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. വരട്ടെ. ഇതിപ്പോൾ നമ്മൾ രാത്രി കടന്നുറങ്ങുന്ന സമയത്തിന് എനിക്കുമ്പോൾ ഫോൺ വന്നപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഫാനിൻ്റെ സൗണ്ട് ഉണ്ടാവും പ്ലീസ്. ഇപ്പോൾ നമ്മുടെ ഉള്ള വണ്ടി ഇതാണ്. ഇത് രാവിലെ ഞാൻ ഒരു റൗണ്ട് ഓട്ടിയിട്ട് വന്നതിലാണ് ഇങ്ങനെ ചളി പിടിച്ച്. ശരി, നമുക്ക് ഒന്നും കൂടി വിടാം. പേടിക്കാതെ ചെമ്മരി. എന്താണ് ഈ പേരൊന്നും വായിക്കാൻ കിട്ടുള്ള കാര്യം നമുക്ക് കൊണ്ട്. അപ്പോൾ ഒരു കോഴിയൊക്കെ പറക്കാൻ പോകുന്നുണ്ട്. സീൻ എന്തായാലും ഇന്ന് കളിച്ചാൽ ഞാൻ നാളെ എൻ്റെ വീഡിയോ ഇടുന്നത്. ഇത് തേങ്ങയാണ്, വരുന്നില്ല. വണ്ടി ഇതാണ്. രാവിലെ ഞാൻ ഇതേ സ്ഥലത്താണ് കേട്ടോ ഒരു ലോഡ് പോയത്. ഇതാണ് നമ്മുടെ വണ്ടി. പുക വണ്ടി 100-110 ഇവിടെ. ഒരു പാട്ടുണ്ട്, നമുക്ക് പാട്ടൊക്കെ വെക്കാം. എനിക്ക് ഈ വീഡിയോയിൽ കേൾക്കുമോയെന്ന് അറിയില്ല. അപ്പോൾ കേൾക്കുമോ നോക്കാം. വീഡിയോ എടുക്കുന്ന സമയത്ത് പോകാൻ പറ്റില്ലല്ലോ. വീഡിയോ എടുത്ത് കഴിഞ്ഞ് നോക്കാം. കേൾക്കണമെങ്കിൽ ഞാൻ പാട്ട് വെക്കാം. സുഖമായി ഞാൻ പാട്ട് വെക്കാം. ഞാൻ ഈ പാട്ട് കയറ്റി ഇതിൽ കയറ്റിയുണ്ട് അമ്മ. ഇത് കയറ്റിയതാണ് ഞാൻ വഴി തെറ്റിപ്പോയി വെച്ചത്. അതിന് പോകാൻ പറ്റും. ഈ പാട്ട് ഞാൻ കയറ്റിയത് തന്നെ ഇതൊരു വണ്ടിയിൽ പോകുമ്പോഴുള്ള വിദേശി എന്നൊക്കെ പറയുമ്പോൾ വണ്ടിയിൽ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകണ പോലെ. കാരണം മെയിനായിട്ട് അത് കാരണമാണ് ഞാനിത് കയറ്റിയത് ഈ പാട്ട്. ഉച്ചമര 100-110 വിടാൻ പറ്റില്ല. ഇത് രാവിലെ ഞാൻ ഓട്ടിയപ്പോൾ പോയി. ഇപ്പോൾ ആണോ ഞാൻ ഇത് ചില വണ്ടികൾ എൻ്റെ 75-ൻ്റെ മേലേക്ക് പോകില്ല. ഇത് ഇത്ര നേരം 75 നിന്നപ്പോൾ ഇതും പോയി വിചാരിച്ചു. ഇവിടെ ഇത് കാണിക്കുക. ഒറ്റയ്ക്കൊരു മുറിയിൽ എൻ്റെ ജീവിതം ഞാൻ തുടങ്ങി.
മച്ചാമാരെ നമ്മൾ 100-110 അല്ല 130 ഈ ഗെയിമിൽ പിന്നെ ഇടിച്ചാലൊന്നും കുഴപ്പമില്ല. അത് കാരണം ഞാൻ ഇത് കയറ്റുന്ന മുമ്പ് വേറൊരു ഗെയിമായിട്ടുണ്ടായിരുന്നു, അതിൽ ഇടിച്ചാൽ പോയി ഞാനത് ഗെയിമായിരുന്നു. ലാസ്റ്റ് ഞാൻ അതിനെ ഡിലീറ്റ് ആക്കി. അച്ഛന്മാർ ഇതെൻ്റെ ഉമ്മാൻ്റെ ഫോണില്ലേ, എൻ്റെ ഫോൺ തന്നെയാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ ഉമ്മ എനിക്ക് കളിക്കാനായിരുന്നു, അതെൻ്റെ ഉമ്മാൻ്റെയാണ് വിചാരിക്കണ്ട. നമ്മൾ കഥം ഇതുണ്ട് പരസ്യം. മച്ചാന്മാർ എൻ്റെ കയ്യിൽ നെറ്റില്ലാത്തതാണ് ഇത് പരസ്യം വന്നിരിക്കുന്നു. പരസ്യത്തിന് സുഖം, എൻ്റെ നെറ്റൊക്കെ വലിച്ചെടുക്കുന്നു കള്ളപ്പന്നി. ബസ് സിമുലേറ്റർ കളിക്കുന്നവർക്ക് അറിയായിരിക്കും ഇങ്ങനെ കുറച്ച് സ്ഥലം കഴിഞ്ഞാൽ ഇങ്ങനെ ആവണം. എന്താണ് ഇപ്പോൾ നടന്നത് എനിക്കറിയില്ല. അവളെന്തോ എന്തിയ നേരെ കൂടെ കയറിയാണ്. ഇതിനുള്ളിൽ ചളിയൊക്കെ ഉണ്ടാവും, അതൊന്നും ശരിയാക്കണ്ട. ബസ് സിമുലേറ്റർ കളിക്കുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടു കേട്ടോ, കളിക്കേണ്ടതുകൊണ്ട് കമൻറ്റ് ഇട്ടു. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിമും കമൻറ്റ് ചെയ്തോ, അതന്നെ പറയുന്നത്. ചില ഹിന്ദി പാട്ടൊക്കെ ഉണ്ടാവും, അങ്ങനെ ഞങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സിനിമ ഉണ്ടാവും. കാണുന്നവരൊക്കെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, ചെയ്തിട്ട് പോയാൽ മതി. അതൊക്കെ നമുക്ക് ഇതിന് പോകാൻ പറ്റില്ല. കുറച്ചൊക്കെ ഇടിച്ചിടിച്ച് പോയി. ഒരു പ്രാവശ്യം ഞാൻ ഇതേപോലെ വന്ന് ഇടിച്ചിട്ട് അപ്പുറത്തി പറന്നിട്ട്. പക്ഷെ അതൊക്കെ ഇതിലിടണം, അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ ഇതിലങ്ങനെ ആവുന്നില്ല. അല്ല അന്ന് സീനായിരുന്നു കേട്ടോ, പറന്നും കണ്ടങ്ങ് പോയി. പിന്നെ
മച്ചാന്മാരെ ഈ ഇടവഴിക്കൊരു സ്ഥലം കണ്ട ഒരു വശം ഞാൻ നല്ല സ്പീഡിൽ വന്ന് പൊട്ടിക്കുമ്പോൾ ഇവിടേക്ക് ഒരു വഴിയാണ് പറഞ്ഞ് കയറ്റി ഇങ്ങോട്ട് പോയതാണ്. അവിടെ കൊണ്ട് ഇടിച്ചിട്ട് വണ്ടിയൊക്കെ പറഞ്ഞു. വണ്ടി ബാക്ക് ഇങ്ങനെ പോകും. എന്നാ മറ്റേ പോകുമ്പോൾ ചളിയാവുകയാണല്ലേ കൂടുതലും. ഉള്ളിലൊക്കെ ചളി നോക്കും. ഞാൻ രാവിലെ കളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, അപ്പോൾ ഇവിടെ അങ്ങനെ ബ്ലോക്ക് ആയിരുന്നു. നോക്കിയാൽ ഇവിടെ ഏതോ സെക്കൻഡ് കൊണ്ട് കയറ്റി വന്നിട്ട് അങ്ങനെ ബ്ലോക്ക് ആയിരുന്നു. നമ്മൾ കണ്ടതിനെ കാട്ടി നമ്മൾ അപ്പോഴേ കണ്ട വണ്ടിയല്ല തോന്നുന്നു. കുറേ വണ്ടികളുണ്ട്, പക്ഷേ ഇപ്പം ഞാൻ അത് എടുത്തുക്കണ അടുത്ത സ്ഥലം എത്തിയിട്ടാ. അപ്പം നമ്മുടെ സ്ഥലം എത്താറായി. ഞാൻ ഇതേപോലെ 2 വർഷം വന്നപ്പോഴാണ് അപ്ലൈ എത്താറായത്. മറ്റേ എത്തി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകണ്ടേ. പക്ഷെ ഞാനിപ്പോൾ കയറി പോകാനുള്ള ഒരു സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കളിക്കണവർക്ക് മിക്കവാറും ആ സ്ഥലമൊക്കെ അറിയും. ഫസ്റ്റ് ഞാൻ ഈ ബസ് മിലിറ്ററി ആയിട്ടിപ്പോൾ ഞാനില്ലേ കുറേ മാപ്പ് ഉണ്ടാവുമല്ലോ, മാപ്പിൽ സ്ഥലങ്ങൾ കുറേ ഉണ്ടാവുമല്ലോ. ചെറുങ്ങോട്ട് മൂല്യം ഈ സ്ഥലത്ത് മാത്രമേ ഞാൻ വരുള്ളൂ. അവിടെ എന്തോ വർക്ക്ഷോപ്പാണ്. ഇവിടെ വണ്ടി വന്നാൽ ഞാൻ പൊട്ടിയാണ്. ഇല്ല, അവിടെ ഒരു കളർ വീടുണ്ട്. അവിടെ ആയിരുന്നു എൻ്റെ വീട്. അപ്പോൾ ബസ് മിലിറ്ററി കളിക്കണ ചിലവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും സ്ഥലം. അതായത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതായിരുന്നു ഫസ്റ്റ് എൻ്റെ വീട്. പറഞ്ഞ് ഞാൻ അഭിനയിച്ച് കളിക്കുമല്ലോ. എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടാവുന്ന മുമ്പ് അങ്ങനെയായിരുന്നു കളിക്കുന്നത്. പിന്നെ ബസ് മിലിറ്ററി കളിക്കുമ്പോൾ ഇങ്ങനെ വരുന്ന എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ ലുക്ക് മെച്ചാൻ അറിയാം. ചളി നോക്കി ഫസ്റ്റ് എൻ്റെ വേറെ ഏതോ കയറ്റ് അങ്ങനെ എന്തോ ഒരു ബസ് ഉണ്ടായിരുന്നു. നമ്മുടെ ടൂറിസ്റ്റ് ബസ്സാണ് അങ്ങനെ അതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്താ പറയില്ല, ഈ വണ്ടികൾ എടുക്കുന്ന ഷോറൂമിലാണ്. ഇപ്പം ഇല്ല, ഇപ്പം ഷോറൂം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എന്താണ് ലൊക്കേഷനില്ലേ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തേണ്ട സ്ഥലത്തേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ. അവിടെ കൊണ്ട് നിർത്തിയ കാശ് പണം തൊട്ട് മണി കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകും. പലവരും വിചാരിച്ചിട്ടുണ്ടാവും അധ്യയനയിലെ നമ്മൾ വന്ന് അധ്യയനയിലെ പോകണ്ടി. പക്ഷെ അധ്യയനം പോകുമ്പോൾ ഇങ്ങോട്ട് വണ്ടി വന്ന് നമ്മളിടിക്കും. എന്താ വെച്ചാൽ ഞാൻ ഇതേപോലെ അങ്ങോട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. കണ്ട അതിൻ്റെ ബോർഡ് ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അതിൻ്റെ ഞാൻ കൂടുതലും ആ മാപ്പ് കാണിക്കുന്ന വഴിയെ പോണ്. അവിടെ എത്തിയില്ലെങ്കിൽ എൻ്റെ അപ്പുറത്തല്ലേ. ഫസ്റ്റ് തന്നെ ബസ് ഉണ്ടാകുമ്പോൾ ഞാൻ അഭിനയിച്ച് കളിക്കുമ്പോഴല്ലേ, അപ്പോൾ ഈ സ്കൂളിലൊക്കെ ടൂർ വരുന്നവരെയൊക്കെ കണ്ടിട്ട് അപ്പോൾ എൻ്റെ വേറെ ഇതൊക്കെ ഉണ്ടായിരുന്നു പാട്ടുകൾ.
പക്ഷെ എന്നിട്ട് ഞാൻ ഈ ഗെയിമൊക്കെ ഡിലീറ്റ് ആക്കിയിട്ട് കയറ്റുമ്പോൾ ആ വണ്ടിയൊക്കെ ഉണ്ട്, പക്ഷെ പാട്ടുകളൊക്കെ പോയി. ഏതൊട്ട് സ്ഥലമാണ് വെച്ചാൽ എന്നാലും ഇങ്ങനെ ചളിയാവുന്ന ഞാൻ വിചാരിച്ചല്ല കേട്ടോ മച്ചമാരെ. നല്ല ചളിയുണ്ട്. വരുന്ന എനിക്കൊന്നും ലൈസൻസ് കിട്ടിയിട്ടില്ലേ എന്നൊരു സംശയം. അല്ല ഇവൻ ഗെയിമിൽ എങ്ങനെയല്ല ലൈസൻസ്, ഞാൻ അതിനെയും കാട്ടി മുട്ട. അപ്പോൾ നമ്മൾക്ക് ലാൻഡ് ചെയ്യുന്ന സ്ഥലം വഴി കാസയിൽ പോണ തൊട്ട് മണി അത് ആലോചിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കൊടുത്തത് ഈ മൊബൈൽ കുറേ നേരമില്ല, എൻ്റെ ഒരു മൊബൈൽ ഉണ്ട് തേങ്ങ. അമ്മ പൈസ 5000 തന്നെയാണ്. കാശ് പണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും വണ്ടി ഇങ്ങനത്തെ ലോറികളൊക്കെ ഉള്ള അവർ കമൻറ്റ് ചെയ്യട്ടാ. അതിൻ്റെ ഏത് ലോറിയാണ് ഇങ്ങനെ ബസ് സിമുലേറ്റർ കളിക്കുന്നവർക്ക് ഏത് ലോറി ഉണ്ടെന്ന് അതിൻ്റെ കമ്പനി എന്താണ് അതിന് കമ്പനീൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ സൈനിങ് ഓഫ് ഫൈസാൻ X7. അപ്പോൾ ഞാൻ ഈ വണ്ടീൻ്റെ കണ്ടീഷനൊക്കെ കുറച്ച് നോക്കട്ടെ. കണ്ട നമ്മുടെ ആ തൂവൽ പോലത്തെ സാധനം എന്താണ് കുലുങ്ങണത്. എനിക്ക് നല്ല ഇഷ്ടമുണ്ട് അങ്ങനെ വണ്ടികൾ കുലുങ്ങണ സാധനം. നമ്മുടെ കയ്യിൽ കുറേ ട്രാവലർ, KSRTC കുറേ വണ്ടികളുണ്ട്. ഒരു ദിവസം ഞാൻ വണ്ടികളുടെ ഒരു ഇതാക്കുക. പിന്നല്ലേ എൻ്റെ ഇപ്പോൾ കുറേ വണ്ടികളുണ്ട്. ഞാൻ കയറ്റി ഒരു മല പോലെ ആയിട്ടുണ്ട്. പക്ഷേ ഈ ഞാൻ ഇങ്ങനെ മാറ്റി പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ സാധാ തിരികെ പോവാണ്. എന്നിട്ട് നോക്കുമ്പോൾ ഇതാണിപ്പോൾ നമുക്ക് കയറ്റി വെച്ചിരിക്കുന്ന വണ്ടി എങ്കിൽ ഇരിക്കുന്ന വരും. അപ്പോൾ പ്രാന്താവും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇതാക്കണം. അപ്പോൾ ശരി എന്നാൽ. അപ്പോൾ പിന്നെ ഒരു ദിവസം വീണ്ടും കാണാം. അപ്പോൾ നാളെ തന്നെ ഈ വീഡിയോ ഇടുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.